നമസ്കാരം. വയനാടിൻ്റെ ദുരന്ത മേഖലയിലേക്ക്, ചൂരൽമലയിലേക്ക്, സമീപ പ്രദേശങ്ങളിലേക്ക് ഇന്ത്യൻ സൈന്യം എത്തുന്നു. ഇന്ത്യൻ സൈന്യത്തിൻ്റെ വിവിധ വിഭാഗങ്ങൾ ആ പ്രദേശത്തേക്ക് എത്തുകയാണ്. കൂടുതൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായിട്ട്, കൂടുതൽ ശക്തമായി രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ടാണ് ഇപ്പോൾ സൈന്യം എത്തുന്നത്. സൈന്യത്തിൻ്റെ വിവിധ വിഭാഗങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ 2 സുപ്രധാന ഹെലികോപ്റ്ററുകൾ എന്നിവയാണ് ഇപ്പോൾ പ്രാഥമികമായി ഈ ഒരു മേഖലയിലേക്ക് എത്തുന്നത്. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ മറ്റ് അർദ്ധ സൈനിക വിഭാഗങ്ങളുടെ യൂണിറ്റുകൾ കൂടി ഇപ്പോൾ ആ പ്രദേശത്തേക്ക് എത്തും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എയർഫോഴ്സിൻ്റെ ALH Mi-17 ഹെലികോപ്റ്ററുകളാണ് പ്രദേശത്തേക്ക് എത്തുക. എയർ ലിഫ്റ്റിംഗ് സംവിധാനത്തിന് വേണ്ടിയാണ് ഈ ഹെലികോപ്റ്ററുകൾ എത്തുക. ആദ്യം ഈ 2 ഹെലികോപ്റ്ററുകൾ പ്രാഥമികമായി രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കും. പിന്നീട് വേണമെങ്കിൽ കൂടുതൽ ഹെലികോപ്റ്ററുകളോ അതുപോലെയുള്ള സന്നാഹങ്ങളോ എത്തിച്ചു തരാം എന്നുള്ള കാര്യം പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അധികം വൈകാതെ സംഘം കൽപ്പറ്റ SKMJ സ്കൂൾ ഗ്രൗണ്ടിൽ എത്തും. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ, പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ക്യാപ്റ്റൻ പ്രശാന്ത് ഉൾപ്പെടെ സംഘത്തിലുണ്ട്. വയനാട്, മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടിയ മേഖലകളിൽ എയർ ലിഫ്റ്റിംഗ് പ്രവർത്തനങ്ങളായിരിക്കും ആദ്യം നടക്കുക. ടെറിട്ടോറിയൽ ആർമി കോഴിക്കോട് 122 ബറ്റാലിയനിൽ നിന്നും ഒരു കമ്പനി ഫോഴ്സും ഉടൻ തന്നെ വയനാട്ടിലേക്ക് തിരിക്കും. 50 പേരടങ്ങുന്ന സംഘമാണ് പുറപ്പെടുന്നത്. കണ്ണൂർ കണ്ടോൺമെൻറ്റിൽ നിന്ന് കരസേനയുടെ 2 സംഘം കൂടി വയനാട്ടിലേക്ക് പുറപ്പെട്ടു. അല്പസമയത്തിനകം അവർ വയനാട്ടിലെത്തും. ഗുരുതരമായ സ്ഥിതി കണക്കിലെടുത്ത് കരസേനയുടെ 190 അംഗ സംഘത്തെ നിയോഗിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ 138 പേർ നേരത്തെ പുറപ്പെട്ടു. NDRFിൻ്റെ ഒരു സംഘം ദുരന്തഭൂമിയിലുണ്ട്. 2 സംഘം കൂടി അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. ഡിഫൻസ് സെക്യൂരിറ്റി ടീമിൻ്റെ DSTയുടെ 2 സംഘവും പ്രദേശത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിൻ്റെ ടീമുകൾ രക്ഷാപ്രവർത്തനത്തിന് കൂടുതലായി എത്തിച്ചേരും. തൃശ്ശൂരിൽ നിന്ന് വടക്കോട്ടുള്ള എല്ലാവിധ യൂണിറ്റ് ഫയർഫോഴ്സും അവിടെ എത്തിച്ചേരും. വിവിധ ടെറിട്ടോറിയൽ ആർമികളിൽ നിന്നും ഉള്ള പ്രത്യേകമായ സംഘങ്ങൾ, പ്രത്യേക പരിശീലനം ലഭിച്ച സംഘങ്ങളായിരിക്കും ചൂരൽമലയിലേക്ക് പോവുക. അതിൽ ചില സംഘങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട്, ചില സംഘങ്ങൾ എത്താറായിട്ടുണ്ട്, ചില സംഘങ്ങൾ ഉടൻ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എയർഫോഴ്സ് സംഘം ഉടൻ തന്നെ എത്തുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. സ്കൂൾ ഗ്രൗണ്ടിൽ ഇറങ്ങിയ ശേഷം എയർ ലിഫ്റ്റിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടാകും. സൈന്യത്തിൻ്റെ വിവിധ വിഭാഗങ്ങൾ ഏകോപിപ്പിച്ചായിരിക്കും ഈ രക്ഷാപ്രവർത്തന ദൗത്യം മുമ്പോട്ട് കൊണ്ടുപോവുക. വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് ചൂരൽമലയിലെ, അതുപോലെ തന്നെ മുണ്ടക്കൈയിലെ, സമീപ പ്രദേശങ്ങളിലെയൊക്കെ തന്നെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഈ രക്ഷാപ്രവർത്തനം, ഈ ഏകോപനം സൈന്യം മുന്നോട്ട് കൊണ്ടുപോവുക. സൈന്യം അതിൻ്റെ വിവിധ യൂണിറ്റുകളുമായി പുറപ്പെട്ടു കഴിഞ്ഞു. പ്രത്യേക തരത്തിലുള്ള ഉപകരണങ്ങളും പ്രത്യേക ജീവൻ രക്ഷാ സംവിധാനങ്ങളും അതുപോലെയുള്ള അടിയന്തര ഫസ്റ്റ് എയ്ഡ് സംവിധാനങ്ങളും ഒക്കെ തന്നെയുള്ള വലിയ സന്നാഹമുള്ള സൈന്യമാണ് ഇപ്പോൾ ഇനി ഈ മേഖലകളിലേക്ക് എത്താൻ പോകുന്നത്. സൈന്യം വിചാരിച്ചു കഴിഞ്ഞാൽ ഒട്ടേറെ പേരുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയാണ്, എന്ന വിശ്വാസമാണ് വയനാട്ടിലെ ജനതയ്ക്കുള്ളത്. ഉറ്റവരും ഉടയവരെയും ഒന്നും തന്നെ കാണാതെ വിലപിക്കുന്ന എത്രയോ സംഘം ആളുകളെ കാണാൻ സാധിക്കുന്നു. പലയിടങ്ങളിലും കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് സ്ത്രീകളും അതുപോലെയുള്ള ആളുകളുമൊക്കെ ഇരിക്കുന്ന, കുട്ടികളുമൊക്കെ ഇരിക്കുന്ന കാഴ്ചയും ഒക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ പലയിടത്തും കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താനുള്ള സൈന്യത്തിൻ്റെ വമ്പൻ സന്നാഹം ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കും.